ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആഫ്രിക്കൻ വയലറ്റ് ചെടിയുടെ പരിചരണ രീതിയും അതോടൊപ്പം തന്നെ ഈ ഒരു ചെടിയുടെ ഒരു ഇല ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് അനേകം ചെടികൾ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെക്കുറിച്ച് നോക്കാം. ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഹായ്, ഞാൻ സല്ലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. 5 ലീഫ് കിട്ടി. ഈ 5 ലീഫും നമുക്ക് പ്രൊപ്പഗേഷന് വെക്കാം. ഇന്ന് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് ഡ്രീം ഗാർഡൻ നഴ്സറിയുടെ ഓണറായ ഷീബ മേരി മാഡം ആണ്. ഇതിൻ്റെ നഴ്സറിയുടെ 3ാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഒരു കൊല്ലം മുമ്പ് 10 മണി പാടത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. രണ്ടാമത് നമ്മളിട്ടത് ബിഗോണിയ കളക്ഷൻസ് ആയിരുന്നു. അതിൻ്റെ പ്രൊപ്പഗേഷൻ രീതിയൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. 4 ദിവസം കൊണ്ട് ഏകദേശം 1 ലക്ഷത്തിൽ പരം ആളുകളാണ് ആ ഒരു വീഡിയോ കണ്ടത്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ബിഗോണിയ കളക്ഷൻസിൻ്റെ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് കിട്ടും. അത് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ആഫ്രിക്കൻ വയലറ്റ് പ്ലാന്റും കൂടി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഏകദേശം 10-250 പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ വിവിധ വെറൈറ്റികളിലായിട്ട് കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഒരു 2 മാസം ആയതേ ഉള്ളൂ ഞാൻ അതിൻ്റെ സെയിലും കളക്ഷനും തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾക്ക് ഡയറക്റ്റ് വന്ന് മേടിക്കാം. അതും 5-5 ബോട്ടിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനിയത്തെ കാലാവസ്ഥ ആഫ്രിക്കൻ വയലറ്റ് വളർത്താൻ ഏറ്റവും അനുയോജ്യമാണ്. നമ്മൾ അത് ഓൺലൈൻ വഴി വേണ്ടിയവർക്ക് ഓൺലൈൻ അയച്ചു കൊടുക്കുന്നുണ്ട്. കോണ്ടാക്റ്റ് ചെയ്ത് നിങ്ങൾ സംസാരിച്ചാലും മതി, ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് പ്ലാന്റ്. ഹലോ, ഞാൻ ഷീബ. മൈ ഡ്രീംസ് നഴ്സറി എന്ന എൻ്റെ പ്ലാന്റ് നഴ്സറിയാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ലൊക്കേഷൻ തൃപ്പൂണിത്തുറ മൂവാറ്റുപുഴ റൂട്ടിൽ പുത്തൻകുരിശിൽ വന്നിട്ട് പുത്തൻകുരിശിൽ നിന്ന് ഉള്ളിലോട്ട് 3 കിലോമീറ്റർ വരുമ്പോൾ മറ്റപ്പള്ളിക്കുരിശി ഗാർഡിയൻ പബ്ലിക് സ്കൂളുണ്ട്. അതിൻ്റെ തൊട്ടടുത്താണ് മൈ ഡ്രീംസ് പ്ലാന്റ് നഴ്സറി. പെരുമ്പാവൂർ റൂട്ടിൽ വരുന്നവർക്കാണെങ്കിൽ പെരുമ്പാവൂർ, പട്ടിമറ്റം, പാങ്കോട്, മറ്റപ്പള്ളിക്കുരിശ് എന്ന് വരണം. നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാനാണെങ്കിൽ എപ്പോൾ രാത്രി 8 മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം. ആഫ്രിക്കൻ വയലറ്റിന് ഒരുപാട് വെള്ളം വേണ്ട. ഒരു സ്പ്രേയറിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു നനവ് എപ്പോഴും വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓവറായിട്ട് നമുക്ക് വെള്ളം വേണ്ട, സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പം നന്നായിട്ട് ഫ്ലവർ ഉണ്ടായി വരും. വർഷം മുഴുവൻ നമുക്ക് ഫ്ലവർ കിട്ടുന്ന ഒരു ഐറ്റമാണ് ആഫ്രിക്കൻ വയലറ്റ്. ഇതിനകത്തും ഞാൻ പോട്ടിംഗ് മിശ്രിതം ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. മണ്ണ് ലൂസായി കിടക്കാൻ ചുമന്ന മണ്ണ്, തേയിലച്ചണ്ടി, ഇത് ഉമിക്കരിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഉമിക്കരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൃഷി ഓഫീസർ അഞ്ജു മാഡം എനിക്ക് ആ റൈസിന്റെ കമ്പനിയിൽ നിന്ന്, ആ ഫാക്ടറിയിൽ നിന്നും ഇറക്കി തന്നതാണ്. ഏറ്റവും നല്ലതാണെന്ന് അഞ്ജു മാഡം പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉമിക്കരിയും കൂടി ഇട്ട് ചെയ്യുന്നത്. നല്ല റൂട്ട് വരുന്നുണ്ട് ചെടികൾക്കെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക്. സിംഗിൾ പെറ്റലും ഡബിൾ പെറ്റലുമായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2000 പ്ലാന്റോളം നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ നഴ്സറി ഫീൽഡിലോട്ട് കടന്നു വരുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ടിപ്സുകളും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ മേഖലയിലേക്ക് കടന്നു വരുന്നവർ, നഴ്സറി മേഖലയിലേക്ക് കടന്നു വരുന്ന, ആദ്യമായിട്ട് കടന്നു വരുന്ന വീട്ടമ്മമാർ, എന്നെപ്പോലെ സാധാരണമായിട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന വീട്ടമ്മമാർ. ഇപ്പം ഈ ഒരു ആഫ്രിക്കൻ വയലറ്റ് ഞാൻ സെയിൽ ചെയ്യാൻ വെച്ചേക്കുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ഒരു കസ്റ്റമർ പറയും, കസ്റ്റമർക്ക് വീട്ടിൽ ചെടി നല്ലതായിട്ട് നിൽക്കണം എന്നേ ഉദ്ദേശമുള്ളൂ. ചേച്ചി, എനിക്ക് ഈ ചെടിയൊക്കെ ഒന്ന് ഭംഗിയാക്കി തരുമോ, ഇതൊക്കെ കളഞ്ഞൊന്ന്, എനിക്കിത് അറിയില്ല, ഒന്ന് റെഡിയാക്കി തരുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ആദ്യം ആ ഫ്ലവർ തീർന്ന സ്ഥലമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കസ്റ്റമറിൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കുക, ഈ ഇലയിൽ അവർക്ക് മനസ്സിന് ഇഷ്ടം തോന്നാൻ എന്താ ചെയ്യാണ്ടി, ഈ ഇലയിലുള്ള ഡാമേജ് ഇലകൾ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ വരുന്ന ഡാമേജ് ഇലകളെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അവർക്ക് ഒരു ഇഷ്ടക്കേട് തോന്നണ്ട, അവർക്കൊരു ഭംഗി തോന്നാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വീട്ടിൽ കൊണ്ടുപോയാലും ചിലപ്പോൾ ആ ഡാമേജ് ഇലകൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ആ ഡാമേജ് ഇലകളെടുത്ത് ഇപ്പം നോക്കിയേ, ചെടികളെല്ലാം നല്ല ഭംഗിക്കുള്ള ചെടിയാക്കി കണ്ടോ. അപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് തന്നെ ചെടി നല്ല ഭംഗിയാക്കി അവർക്ക് കൊടുത്ത് ആ കസ്റ്റമറിന് അത് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഓക്കെ, ശരിയാണ്. പക്ഷെ നമുക്കതിലൂടെ കിട്ടിയ നേട്ടം എന്താ? 1, 2, 3, 4, 5 ലീഫ് കിട്ടി. ഈ 5 ലീഫും നമുക്ക് പ്രൊപ്പഗേഷന് വെക്കാം. ഇന്ന് വെച്ചാൽ നാളെ പണം എന്നല്ല, ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ 5 എണ്ണം വെച്ച് കഴിയുമ്പോൾ നമുക്കൊരു 3 ലീഫെങ്കിലും 1.5 മാസം കഴിയുമ്പോൾ പ്ലാന്റായി കിട്ടും. അത് നമ്മുടെ അഡീഷണൽ ഇൻകം ആണ്, അധിക വരുമാനമാണ് ആ 5 ചെടിയോ 3 ചെടിയോ പിടിച്ച് കിട്ടുന്നത്.
അപ്പോൾ അങ്ങനെ ഒരു 10 കസ്റ്റമർ നിങ്ങളുടെ മുന്നിൽ വന്ന് ചെടി മേടിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ചെടി നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ചെറിയ ഇൻകം കിട്ടും. അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു മനസ്സും ജോലി ചെയ്യാനുള്ളൊരു സമയവും നമ്മൾ കണ്ടെത്തണം. ഒരു നഴ്സറിയിൽ പോയി മേടിച്ച് വേറൊരു നഴ്സറിയിൽ കൊണ്ടുവച്ച് വിൽക്കുന്നതിലല്ല കാര്യം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ വരുമാനം കണ്ടെത്തണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ബിഗോണിയ പ്ലാന്റ്സിൻ്റെ ലീഫ് ഉപയോഗിച്ച് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ച്. അതേ പ്രോസസ്സ് തന്നെയാണ് നമുക്ക് ആഫ്രിക്കൻ വയലറ്റ് പ്ലാന്റ്സിൻ്റെ ലീഫ് ഉപയോഗിച്ച് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ആഫ്രിക്കൻ വയലറ്റ് ചെടികളുടെ പുതിയ ലീഫുകളൊന്നും എടുക്കണ്ട. എന്തെങ്കിലും കേടുപാടുകൾ വന്നിട്ടുള്ള ലീഫ് ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ച് മൂത്ത ലീഫ് ഉണ്ടെങ്കിൽ അത് വെറുതെ നമ്മൾ മണ്ണിൽ കുഴിച്ചു വെച്ചാൽ മതി. ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ചെറിയ റൂട്ട്സ് വരുന്നത്. അപ്പം ഇതേ രീതിയിൽ നിങ്ങൾക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഒരുപാട് സൺലൈറ്റ് ഉള്ള ഭാഗത്ത് ഈ ചെടി വെക്കാതിരിക്കുക. നമ്മൾ പ്രൊപ്പഗേഷൻ ചെയ്യാനും വെച്ചിട്ടുണ്ട്. ഒത്തിരി ഇന്നത്തെ കാലാവസ്ഥയ്ക്ക് ഇതുപോലുള്ള ചെടികൾ വളർത്താൻ ഉദ്ദേശിക്കുന്ന വീട്ടമ്മമാർക്കും ഒരു ചെറിയ ബിസിനസ് പോലെ ചെയ്യാൻ പറ്റുന്നവർക്കും ഏറ്റവും അനുയോജ്യമായതാണ്. നമ്മൾ ഒരുപാട് വലിച്ചുവാരി ചെയ്യുന്നതിൽ കാര്യമില്ല. നമ്മൾക്ക് ആ മേടിക്കുന്ന ചെടിയിൽ നിന്ന് തന്നെ മുന്നോട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ചെടികൾ നമ്മളെപ്പോഴും വളർത്താൻ ശ്രമിക്കുക. ഒരു ചെടിയിൽ നിന്നും തന്നെ ഒരു 10 ചെടി ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെടികൾ എപ്പോഴും നമ്മൾ വളർത്താൻ ശ്രമിക്കുക. ഇവിടെ പോട്ടിംഗ് മിക്സ് ആയിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഗാർഡൻ സോയിൽ, മണ്ണ്, മണൽ, ഉമിക്കിരി, ഇത് 3ഉമാണ് ചേർത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ നമുക്ക് ചേർക്കാം. ഇനി മണൽ കിട്ടാത്തവർക്കാണെങ്കിൽ കൊക്കോപീറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ഇതിന് അധികം വെള്ളം വേണ്ട, പക്ഷേ ഈർപ്പം നിലനിൽക്കണം എന്നത് മാത്രമേ ഉള്ളൂ. ആഫ്രിക്കൻ വയലറ്റ് ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ്. നല്ല ബ്രൈറ്റ് സൺലൈറ്റ് മാത്രം മതി. ഡയറക്റ്റായിട്ട് സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ലീവ്സ് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നത് കാണാം. പിന്നെ യെല്ലോ കളറിൽ, മഞ്ഞ കളറിൽ പെട്ടെന്ന് തന്നെ ലീവ്സ് വരുന്ന കാണാം. അപ്പം ആ ഒരു സമയത്ത് എത്രയും പെട്ടെന്ന് ഈ ചെടിയെ ഷെയ്ഡ് ഉള്ള ഭാഗത്തേക്ക് മാറ്റുക. കാരണം ഈ ബ്രൈറ്റ് സൺലൈറ്റ് തന്നെ ധാരാളമാണ് ഈ ഒരു ചെടിക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ ലീവ്സ് പ്രത്യേകതകളുണ്ട്. നല്ല കട്ടിയുള്ള ലീഫാണ്. അതുമാത്രമല്ല അതിൽ കളേഴ്സ് തന്നെ നല്ല ഡാർക്ക് ഗ്രീനായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ഒരു പ്ലാന്റിനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. ഷീബ മാഡം വളരെ കഷ്ടപ്പെട്ടാണ് കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ ഈ നഴ്സറിയെയും ചേർത്ത് പിടിച്ചിരിക്കുന്നത്. വളരെ ദുഃഖകരമായിട്ടുള്ള ജീവിതാനുഭവത്തിലൂടെ കടന്നുപോയ ഒരു സ്ത്രീയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കേട്ടായിരുന്നു അവരുടെ രോഗാവസ്ഥയും അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് ക്യാൻസർ വന്ന് മരണപ്പെടുകയും ഒക്കെ ചെയ്ത കഥ. അത് ഒരുപാട് പേർക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒറ്റപ്പെട്ടു പോകുന്ന അനേകം ആളുകളുണ്ട്. അവർക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചെറിയ രീതിയിൽ നഴ്സറി പോലെയൊക്കെ നമ്മൾ പ്ലാന്റ് നഴ്സറിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ അത് ചെയ്ത് നമ്മുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ഷീബ മാഡത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വാടക വീട്ടിൽ അനേകം കൊല്ലം വാടക വീട്ടിലായിരുന്നു. ഇപ്പോൾ കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വീട് വെക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് കുറച്ച് ചെടികൾ വാങ്ങിക്കുകയും അത് കൊറിയർ സർവീസ് അവൈലബിളാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെടികൾ വാങ്ങിച്ച് അവരെ സഹായിക്കുവാണെങ്കിൽ തീർച്ചയായും നല്ലൊരു കാര്യമാണ്. കാരണം കഠിനാധ്വാനത്തിലൂടെ എന്തും നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ദൃഢനിശ്ചയമാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.